ഗുഡ് മോർണിംഗ് മക്കളെ. എന്നാണ് വിശേഷമൊക്കെ? പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ടോ? ഈസി ആയിട്ടുള്ള ചാപ്റ്ററല്ലേ ഇത്? ഓക്കെ, നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഈസി ആയിക്കോട്ടെ. എല്ലാ ലോസും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പഠിക്കും കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 12 തന്നെയാണ് ഇത്. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഇച്ചിരി വലുതായിട്ടുള്ളത് കൊണ്ടാണ്, ഇത് ഇച്ചിരി വലുതാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് ചെയ്യാതെ മറ്റേ രണ്ടെണ്ണം വേറെ ചെയ്തു. ഇത് ഒറ്റയടിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നോക്കിയേ, 12 raised to 4 into 9 raised to 3 into 4 by 6 raised to 3 into 8 raised to 2 into 27. സിംപ്ലിഫൈ ചെയ്യാനാണ്, അതായത് ഏറ്റവും ചെറുതാക്കി എടുക്കുക. നമുക്ക് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ഇപ്പോൾ 12 raised to 4 ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്രയും വലിയ സംഖ്യ മൾട്ടിപ്ലൈ ചെയ്ത് സമയം പോകും. അതിനാണ് നമ്മൾ ഇതിനകത്ത് എക്സ്പോണൻസിനകത്ത് നമ്മൾ എന്ത് പഠിച്ചത്? ലോ പഠിച്ച് നമ്മൾ ചെറുതാക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമുക്ക് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ നടന്നാൽ മതിയോ? 12 ബേസ് ഒക്കെ സെയിം വേണ്ടേ? ബേസ് സെയിം ആകുമ്പോഴല്ലേ നമ്മൾ ലോസ് അപ്ലൈ ചെയ്യാൻ പഠിച്ചത്. അപ്പൊ നമ്മൾ ഇതിനെല്ലാം ബേസ് സെയിം ആക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് നമ്മൾ ഇതിന്റെ ബേസസ് നമ്മുടെ പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള 2, 3, 5 ഒക്കെ ആക്കിക്കൊണ്ട് വരണം. അത് കഴിഞ്ഞാൽ സിമ്പിൾ ആക്കി എടുക്കാം. അപ്പൊ നമുക്ക് ഓരോന്നിനെ ഫാക്ടറൈസ് ചെയ്യാം. 12 ഫാക്ടറൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈം നമ്പേഴ്സ് വെച്ച് ആദ്യം 12 ചെയ്ത് നോക്കാവേ. 12 ഫാക്ടറൈസ് ചെയ്ത് ഏത് കൊണ്ട് പറ്റും? 2 കൊണ്ട് പറ്റുള്ളൂ. 2 ടേബിളുണ്ട്. 6 2 കൊണ്ട് പറ്റും. 3 കൊണ്ടേ പറ്റത്തുള്ളൂ. 1. അപ്പൊ നമുക്ക് 12 എങ്ങനെ എഴുതാം? 2 into 2 into 3 ഇങ്ങനെ എഴുതാൻ മേലെ. അപ്പൊ 2 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം ഉണ്ട്. 2 raised to 2 into 2 ഞാൻ എഴുതി. മനസ്സിലായോ? അപ്പൊ ഞാൻ ഈ 12 സ്ഥാനത്ത് തന്നെ എഴുതാൻ പോകുന്നത് 12 ആണ് ഫാക്ടറൈസ് ചെയ്ത് ഇത് കിട്ടിയത്. സോറി, ഇത് 3 അല്ലേ? 3. അപ്പം 12 സ്ഥാനത്ത് എഴുതാമല്ലോ. 2 raised to 2 into 3 എഴുതാമല്ലോ. അപ്പൊ ഈ സ്ഥലത്ത് ഞാൻ എഴുതുവാണ് 2 raised to 2 into 3. ചുമ്മാ അങ്ങനെ എഴുതിയാൽ മതിയോ? അവർക്ക് പവർ ആരുണ്ട്? 4 ഉണ്ട്. ഞാനത് ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് പവർ എഴുതുന്നത്. എഴുതിയില്ലെങ്കിൽ അറിയാം നിങ്ങൾക്ക്. കാരണം ഞാൻ ബ്രാക്കറ്റ് ഇടാതെ ഇങ്ങനെ മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഈ 4 ആർക്ക് മാത്രമേ ഉള്ളൂ? 3ക്ക് മാത്രമേ ഉള്ളൂ, ഇവർക്കില്ല. പക്ഷെ 12 തന്നെയാണ്. 2 raised to 2 into 3 ആണ് 12. അപ്പൊ ഇവർക്ക് മുഴുവൻ വേണം. അതുകൊണ്ട് ഞാൻ എന്നാ ഇട്ടു? ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് ഞാൻ പവർ 4 എഴുതിയത്. ഇൻറ്റു നമുക്ക് 9 അതുപോലെ എഴുതി നോക്കാം. 9 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3 വെച്ചല്ലേ പറ്റത്തുള്ളൂ. 2 കൊണ്ട് പറ്റുമോ? ഇല്ല. 3 കൊണ്ട് തന്നെ 1. അപ്പൊ 9 എന്ന് പറഞ്ഞാൽ 3 into 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 3 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഈ 9 സ്ഥാനത്ത് എന്നെ എഴുതാൻ പോവാ 3 സ്ക്വയർ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. അവർക്ക് പവർ ആരുണ്ട്? 3 ഉണ്ട്. അത് എഴുതി. ഇനി ഈ 2 എഴുതത്തില്ലേ? 2 ഞാൻ 4 ഫാക്ടറൈസ് ചെയ്യാൻ പോവാ. 2 കൊണ്ട് 2 1, അതായത് 4 എന്ന് പറഞ്ഞാൽ 2 into 2 ആണ്. ദാറ്റ് ഈസ് 2 സ്ക്വയർ. അപ്പൊ ഈ 4 സ്ഥാനത്ത് ഞാൻ എന്നെ എഴുതി 2 സ്ക്വയർ. ഇത്ര മനസ്സിലായില്ലേ മക്കളെ? ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ താഴത്തെയും കൂടെ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസേഷൻ ചെയ്തിട്ടുണ്ടോ? ബേസ് ഒക്കെ 2 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയാ. ബൈ 6 raised to 3 ആ. 6 ഒന്ന് ഫാക്ടറൈസ് ചെയ്തേ. 6 ചെയ്യുമ്പോൾ 2 കൊണ്ട് ചെയ്യും. 3 കൊണ്ടും പറ്റും, നിങ്ങളുടെ ഇഷ്ടം. 2 കൊണ്ട് ചെയ്യുക. 3 ഇനി 3 കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ 6 എന്ന് പറഞ്ഞാൽ 2 into 3. പവർ ഒന്നുമില്ല. അതുകൊണ്ട് 6ന്റെ സ്ഥാനത്ത് 2 into 3 എന്ന് എഴുതാം. പക്ഷേ 6ന് ആരുണ്ട്? പവർ 3 ഉണ്ട്. അതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഞാൻ 3 ഇട്ടു. ഇൻറ്റു ഇനി 8നെ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. 2 കൊണ്ട് 4 2 കൊണ്ട് 1. അപ്പൊ 8 എന്ന് പറഞ്ഞാൽ 2 into 2 into 2 ആണ്. അതായത് 2 raised to 3 ആണ്. അപ്പൊ ഞാൻ ഈ 8ന്റെ സ്ഥാനത്ത് തന്നെ എഴുതും 2 raised to 3. അവർക്കൊരു പവർ ഉണ്ട്. എത്രയാണ്? 2. നമ്മൾ പവറിന്റെ മേലിൽ പവർ എഴുതുമ്പോൾ ബ്രാക്കറ്റ് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. ഇൻറ്റു ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ട 27നെയാണ്. 27നെ കൂടെ ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. 2 കൊണ്ട് പറ്റുമോ? ഇല്ല. 1ന്റെ പ്ലേസിൽ 0, 2, 4, 6, 8 വന്നാലേ 2 കൊണ്ട് പറ്റുള്ളൂ. 3 കൊണ്ട് പറ്റുന്നതിന് ഞാൻ പറയാം. എങ്ങനെ 3 കൊണ്ട് പെട്ടെന്ന് അറിയുന്നത്? ഇത് ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. 2 + 7 9. അപ്പൊ 3യുടെ മൾട്ടിപ്പിൾ. അപ്പൊ പറ്റും. 3 9 ഉണ്ട്. 3 3 ഇതിനെ 3 കൊണ്ട് പറ്റും. 1. അപ്പൊ 27 എന്ന് പറഞ്ഞാൽ 3 into 3 into 3 എന്നാണ്. അതായത് 3 raised to 3 ആ. അപ്പൊ ഈ 27ന്റെ സ്ഥാനത്ത് ഞാൻ എന്നാ എഴുതി? 3 raised to 3. എല്ലാം മനസ്സിലായല്ലോ? ഒന്നുമില്ല. നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് 2ഉം 3 അങ്ങ് ആക്കി. അത്രേ ഉള്ളൂ. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ സിമ്പിൾ ആക്കാൻ പോവാണ്. അപ്പം ഈ 4 എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ ബാധകമാണ്?
2:2 ബാധകമാണ്, 3ക്കും ബാധകമാണ്. അപ്പൊ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് രണ്ടു പേർക്കും കൊടുക്കാൻ പോവാ. ആദ്യം 2:2 എന്ത് കൊടുത്തു? 4 കൊടുത്തു. കണ്ടോ? 2:2 എഴുതി ബ്രാക്കറ്റ് ഇട്ടിട്ട് 4 കൊടുത്തു. ഇനി അടുത്ത ആർക്ക് കൊടുക്കും? 3ക്ക് കൊടുത്തു. 3:4. 3ക്ക് ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, 3 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 4 കൊടുത്താൽ അത് ബാധകമാണ്. മനസ്സിലായത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തായത് കേട്ടോ. അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെങ്ങനെയാണ്? ഈ 4 രണ്ടു പേർക്കും ഉണ്ടല്ലോ, അപ്പൊ രണ്ടു പേർക്ക് സെപ്പറേറ്റ് ആണ് കൊടുത്തു. ഇനി ഇവർക്ക് അതുപോലെ തന്നെ കിടക്കട്ടെ. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതേപോലെ ഇവിടെ ഉണ്ട് 2 × 3. 3 രണ്ടു പേർക്കും കൊടുക്കണം. അതും കൂടെ കൊടുത്തേക്കട്ടെ. 2:3 എന്നും കൊടുത്തു. ഈ 2നും കൊടുത്തു 3, ഈ 3ക്കും കൊടുത്തു 3. ഇവരൊക്കെ അതുപോലെ കിടക്കട്ടെ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 3:3. ഓക്കെ, ഇനി ചെയ്യാൻ പോവാം. ഇനി ഇത് നോക്കിയേ, 2:2 ഏതാണ്? നമ്മുടെ തേർഡ് ലോയാണ്. ഏതാണ്? a⁴n അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? 2:2ഉം 4ഉം കൂടെ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു 3ക്ക് ഒരാളെ ഉള്ളത് അവിടെ കിടക്കട്ടെ. ഇനി ഇവിടെ അത് തന്നെ കേട്ടോ, a⁴n. അപ്പൊ എന്നാ എഴുതും? 3:2 × 3. പിന്നെ ആര് കിടപ്പുണ്ട്? 2:2 അവിടെ കിടക്കട്ടെ. ഇവിടെ അതുപോലെ ഇവരെല്ലാം ഓരോരുത്തരും ഉള്ളു. 2:3, 3:3. ഇവിടെയും വന്നു പവറിന്റെ മേളിൽ പവർ. 2 എന്നാ എഴുതും? 3 × 2 × 3:3. ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണ്. = 2:4 × 2 8, 3:4. മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ കിടക്കുന്നതെല്ലാം അതുപോലെ എഴുതുവാണ്. പിന്നെ 2 × 3 6, 2. താഴെ ആരൊക്കെയുണ്ട്? 2:3 × 3:3 ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 2:3 × 2 6, 3:3. അതെ, മനസ്സിലായില്ലേ? ഒന്നുമില്ല, ആ പവറെല്ലാം ഞാനങ്ങ് മൾട്ടിപ്ലൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത്, ഇനി അടുത്ത സ്റ്റെപ്പ് എന്നായിരിക്കും? ഇങ്ങനെ കിടന്നാൽ നമുക്ക് നമ്മുടെ ലോസ് വല്ലതും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ലോസ് അപ്ലൈ ചെയ്യണമെങ്കിൽ ബേസ് സെയിം ആണോന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ മേളിലുണ്ടോ? മേളിൽ നിൽക്കേ 2:8, 3:4, 3:6, 2:2. അപ്പം ലോസ് അപ്ലൈ ചെയ്യണമെങ്കിൽ ബേസ് സെയിം ആക്കണം. അതുകൊണ്ട് ഞാൻ ബേസ് സെയിം ആയിട്ടുള്ള ഓരോന്ന് അടുപ്പിച്ച് എഴുതാൻ പോവാം. കാരണം എന്തിനു വേണ്ടിയാ? ലോ അപ്ലൈ ചെയ്യാൻ. വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ലോ ഒന്ന് അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഞാൻ അവരൊന്ന് അറേഞ്ച് ചെയ്യുക. 2:8 എഴുതി, അവരുടെ കൂട്ടത്തിൽ 2:2 എഴുതി, 3:4 × 3:6 ബൈ താഴെ അതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. 2:3, 2 അത് രണ്ടും ആദ്യം എഴുതി. പിന്നെ 3:3, 3:3. കണ്ടോ? ഇപ്പൊ നമുക്ക് ലോ അപ്ലൈ ചെയ്യാം. ഏത് ലോയാണ്? നമ്മുടെ ഫസ്റ്റ് ലോ അല്ലെ? ബേസ് സെയിം, പവേഴ്സ് അല്ലെങ്കിൽ എക്സ്പോണന്റ് വ്യത്യാസം. അപ്പൊ നമ്മൾ ഏത് ലോ അപ്ലൈ ചെയ്യും? ഇവിടെ എഴുതട്ടെ, തൂത്തിട്ട് എഴുതാം. a⁴m × a⁴n = a⁴m+n. ആഡ് ചെയ്താൽ പോരെ? അപ്പൊ ഇവിടെ എന്നാ വരും? 2:8 + 2 അല്ലേ? ഇൻറ്റു ഇവിടെ ബേസ് സെയിം. അപ്പൊ അവിടെ സെയിം ലോ തന്നെ അപ്ലൈ ചെയ്യും. 3:4 + 6. നിങ്ങൾ വിചാരിക്കുക എത്ര എളുപ്പമായിരുന്നു അല്ലേ? അടുത്ത ഇവിടെ അത് തന്നെ 2:3 + 6 ഇൻറ്റു സെയിം ലോ തന്നെ 3:3 + 3 ആണോ? അപ്പൊ = ഇപ്പൊ എന്നാ വന്നത്? 2:8 + 2 10 ഇൻറ്റു 3:10 ബൈ 2:9 ഇൻറ്റു 3:6. ഇത്ര വരെ ആയി. റബ്ബ് ചെയ്യട്ടെ. ഇവിടെ ഒന്നുകൂടെ അങ്ങോട്ട് എടുത്തെഴുതാം ഞാൻ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. എന്താണ്? 2:10 ഇൻറ്റു 3:10, 2:9 ഇൻറ്റു 3:6. ഇനി ഇവിടെ വല്ല ലോസ് ഉണ്ടോ? നമുക്ക് ഇത് സിമ്പിൾ ആക്കണം. ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ പോയാലും പാടാ. 2 10 ടൈംസ്, 3 10 ടൈംസ്, ഇതെല്ലാം ഭയങ്കര പാടാ. അപ്പൊ നമുക്ക് ഇത് ഒന്നുകൂടെ സിമ്പിൾ ആക്കാം. എന്ത് ചെയ്യും നിങ്ങൾ? ബേസ് നോക്കി ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. സോ ഓക്കെ, ഇത് വേണേൽ ചെയ്യാം. ബേസ് വ്യത്യാസം, പവേഴ്സ് സെയിം, എക്സ്പോണന്റ് സെയിം. നമ്മുടെ ലോ അപ്ലൈ ചെയ്യാം. ഏത് ലോ ആണ്? a⁴m ×
ബി റേസ് ടു എം ഇസ് ഈക്വൽ ടു എ ബി ദ ഹോൾ റേസ് ടു എം എന്നുള്ളത് ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് ബേസ് വ്യത്യാസവും പവേഴ്സ് സെയിമും ആണെങ്കിൽ. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ബേസും വ്യത്യാസം, പവേഴ്സും വ്യത്യാസം. അപ്പൊ നമുക്ക് പകുതിക്ക് വെച്ച് നിന്ന് പോകും. അപ്പൊ നമുക്ക് വേറെ വല്ല അപ്ലൈ ചെയ്യാമോ? ഒന്ന് നോക്കിക്കാ നിങ്ങള്. പറ്റും. ബൈ ആക്കാൻ വരെ ഇത് കണ്ടോ, ഇതിങ്ങനെ എഴുതാൻ വരെ നമുക്ക് 2^10/2^9 ഇൻറ്റു 3^10/3^6. ബൈ ആയിട്ട് ബൈ ചെയ്യാ. ഇത് ബൈ നല്ല കിടക്കുന്നത്. അപ്പൊ സെപ്പറേറ്റ് ആക്കി ബൈ ചെയ്യാമല്ലോ. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഫോർമുല കാരണം രണ്ടുപേർക്കും ഫോർമുല കിട്ടി. ഏതാണ്? a/m/a/n is equal to a/m-n. മനസ്സിലായില്ലേ മക്കളെ? ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആദ്യം ഒരു പതർച്ച തോന്നാം, നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യത്തില്ലേ. അപ്പൊ നിങ്ങൾ ഈസി ആയിട്ട് കാണുന്നുണ്ട്, ഇതിലാണല്ലോ ഈ ആണല്ലോ എന്ന് നിങ്ങൾ പറയാം. നോക്കൂ. അപ്പൊ നോക്കിയേ, പിന്നെ അവർ 2^10-9 ഇൻറ്റു 3^10-6 is equal to 2^1 ഇൻറ്റു 3^4 അല്ലേ? 2^1 എന്ന് പറഞ്ഞാൽ 2 തന്നെ. ഈ 3^4 എത്രയാ? 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 81 ആണ്. is equal to 162. കണ്ടോ, വെറും 162 എന്ന് വരും. ഒന്ന് ആലോചിക്കുന്നു. നമ്മൾ ആദ്യം തന്നതനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ആണ്. ഇതെല്ലാം അഡീഷനാണ്. നമ്മളെല്ലാം അല്ലേ മാക്സിമം വന്നിരിക്കുന്ന അഡീഷൻ, സബ്ട്രാക്ഷൻ. കണ്ടോ എത്ര സിമ്പിൾ ആയിട്ടാണ് എക്സ്പാൻസ് വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്തതെന്ന് നോക്കി. ഇത് നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് ചെയ്ത് വരുവാണ് മാക്സിമം നമുക്ക് ഇഷ്ടപ്പെടും. ഓക്കെ മക്കളെ, ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ആദ്യം പ്രയാസമായിട്ട് തോന്നുന്ന 2 തവണ വീഡിയോ ഒന്ന് കണ്ടേ, എന്നിട്ട് തന്നെ ചെയ്യണം. ഞാനത് എപ്പോഴും പറയാം, നിങ്ങളൊന്ന് തന്നെ ചെയ്ത് നോക്കി. കേട്ടിട്ട് കോപ്പി അടിക്കുക, അത് തന്നെ ചെയ്യുക. തെറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. തെറ്റി കഴിയുമ്പോൾ നിങ്ങൾ നോക്കാം എവിടെ തെറ്റിയെന്ന്. അത് പിന്നെ മറക്കുവോ? ഇല്ല കേട്ടോ. അങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണം മക്കളെ. ഓക്കെ, ബൈ.